1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന് 1 തുടങ്ങി 11 വരെ വാക്യങ്ങൾ വായിച്ചു. 1 Corinthians chapter 6 verse 1 to 11. നിങ്ങളൊരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹികകാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹികകാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാക്കുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾക്ക് ഈ വിശ്വാസികൾക്കിടയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പരിഹരിക്കാനായിട്ട് എങ്ങനെ മറ്റുള്ളവർ മുമ്പ് വെച്ച് പരിഹരിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. കാരണം നിങ്ങൾ മറ്റൊരുത്തരും ഒരു കാര്യമുണ്ട്, വിശുദ്ധന്മാർ മുമ്പാകല്ല അഭക്തരുടെ മുമ്പിൽ വ്യവഹരിത്തിന് പോകാൻ നിങ്ങൾ തുനിയുന്നുവോ? ഹല്ലേലൂയ. അപ്പം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ എന്താ പറയുക, ഏറ്റവും വലിയൊരു വിഷയമാണ്. എന്തെങ്കിലും കാര്യമുണ്ട് പബ്ലിക്കലി കൊണ്ടുവന്ന് ഹല്ലേലൂയ യൂട്യൂബിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. ഇത് ജാതികളായ അനേകർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കത്തില്ല. അങ്ങനെ അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ദൈവം മക്കളുടെ ഒരു ക്വാളിറ്റി ഇവിടെ എങ്ങനെ ആയിരിക്കണം പറഞ്ഞത് 7-ാം വാക്യം, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകും. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന തന്നെ അത് പോരായ്മ, അത് ഹാലിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം ദൈവമക്കളെ കുറിച്ച് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പ്രാപ്തിയുള്ളവരായിരിക്കണം. ഹാലേലിയ. സകലം പൊറുക്കണം, സകലം മറക്കണം. ഹാലേലിയ. ഇതൊക്കെയാണ് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ എന്നിട്ട് അങ്ങനെ ഒരാൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനേ പാടില്ല. എന്നിട്ട് അടുത്ത് പറയുന്നത് അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്ത എന്ത് അപ്പോഴേ ഇപ്പൊ നമ്മളോട് ഒരാൾ ചെയ്ത അന്യായമാണെങ്കിൽ പോലും അതിന് പകരം ചെയ്യാനോ പകരം ചോദിക്കാനോ പകരം പറയാനോ നിൽക്കാതെ സഹിച്ചുകൂടാത്ത എന്ത് എന്നാ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മളാണെങ്കിൽ പറയുന്നത് ആരും അവിടെ നമ്മുടെ ഭാഗത്ത് ന്യായം, അവരുടെ ഭാഗത്തൊരു ന്യായം ഇല്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. പല കാര്യങ്ങളും പറയുമ്പോൾ അല്ലെ, ന്യായം നമ്മുടെ ഭാഗത്തേക്കാണ് പിന്നെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കാരണം ഞാൻ നീതികേടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ന്യായത്തിലൂടെ അല്ലേ നിന്നെന്നൊക്കെ നമ്മൾ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ദാസം എഴുതിയേക്കുന്നത് നിങ്ങൾ എന്താ അന്യായമാണെങ്കിൽ നിങ്ങൾ എന്താ സഹിച്ചുകൂടാ, നിങ്ങൾ അതിന്റെ അന്യായമാണ്, നിങ്ങൾ ന്യായം ചെയ്യാൻ വേണ്ടി പോകുന്ന വേണ്ട, അത് സഹിക്കാൻ പാടില്ല എന്ന് വെച്ചേക്കുന്നത്. അപ്പൊ കർത്താവ് ഇന്നലെ നമ്മള് പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ നീതിമാനായിട്ട് ഒരു കുറ്റവും ഇല്ല എന്ന് 3 കോടതി മാറി മാറി വിധിച്ചിട്ടും ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, ഏറ്റവും നിന്ദാകരമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ കർത്താവിന് പറയായിരുന്നു ഹല്ലേലൂയ എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ എന്റെ ഭാഗത്ത് കുറ്റമൊന്നും കാണുന്നില്ല എന്ന്, പിന്നെന്തിനാ എന്നെ ഇതിന് വിധിച്ചെന്ന് ചോദിക്കാതല്ലേ. പക്ഷെ കർത്താവ് ചോദിച്ചില്ല. കർത്താവ് അവിടെ അവരന്യായമായി വിധിച്ചിട്ടും അത് ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കുന്ന നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് അന്യായം ഏറ്റുകൂടാ നിങ്ങളുടെ ഭാഗത്ത്? അപ്പൊ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ അവരെടുത്തോണ്ട് പോയത്, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് അവകാശപ്പെട്ടൊക്കെ അവർ പിടിച്ചോണ്ട് പോയത്. ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്താ സഹിക്കാൻ, എന്തിനാ അതിനുവേണ്ടി വഴക്കിന് പോയത്, അതിന് തർക്കിക്കാൻ പോയതിന്, അത് മേടിക്കാൻ പോയതിന്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പ്രാവശ്യം എനിക്ക് ഒന്ന് ആരംഭിച്ചു പാസ്റ്റർ പ്രസംഗിച്ച് പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ജീവിതം വീട്ടിൽ ചെന്നപ്പോഴത്തേന് പ്രാർത്ഥിച്ചോണ്ടും പരിശുദ്ധാൻ പെട്ടെന്താ അതിര് തർക്കം മറ്റുള്ളവരപ്പുറത്ത് അയലത്തുകാരന്റെ അതിര് തോണ്ടാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ വിശ്വാസികളായിട്ടുള്ളവർക്ക് നല്ല സ്വഭാവങ്ങൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം 1 പറയാ 2 പറയാന്നല്ല, പക്ഷേ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്ന. ദൈവം
പറഞ്ഞ ഒരു കരണത്തിലേക്കും മറുകരണം കാണിച്ചു കൊടുക്കണം പറഞ്ഞേക്കുന്ന ഹാലിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്യായം ഏൽക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്നിട്ട് സഹിച്ചുകൊള്ളാത്ത അന്യായം സഹിച്ചുകൊള്ളാത്ത നഷ്ടം ഏറ്റുകൊള്ളാത്തത്. അപ്പൊ നമുക്ക് നഷ്ടം വന്നാലും അത് ആമേൻ സഹിച്ചുകൊള്ളണം എന്നാണ് പറയുന്നത്. അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നത് അത് സഹോദരൻ. അപ്പൊ അടുത്ത ഒരു കൂട്ടരാണെങ്കിൽ അന്യായം ചെയ്യും നഷ്ടം വരുത്തുകയും, അതും സഹോദരനോട് തന്നെ. സഹോദരനെ കുറിച്ചുകൂടെ പറയുന്നത് എന്താ? നമ്മളെ കുറിച്ച് നമ്മൾ സഹോദരന്മാരാണെങ്കിൽ അവരോട് അവരെങ്ങനെയാന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്നാ പറയുന്നത്. ഹാലില്ല. അപ്പൊ ഈ ഒരു അവയവത്തിന് നോവുന്ന രീതിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ വഴക്കുണ്ടാക്കാനോ ഹാലില്ല അവരെ കുറ്റം പറയാനോ അവരെ വിമർശിക്കാനൊക്കെ നിൽക്കാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. അടുത്തത് അന്യായം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് അറിയുന്നില്ലയോ? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മളാണെങ്കിൽ ഓരോ നീതി ന്യായമൊക്കെ അല്ല എങ്ങനെയാന്ന് അറിയുന്നത് നമ്മൾ ചിലപ്പം നമ്മുടെ ലോകപരമായ ഒരു കോടതി കൊണ്ടു കൊടുത്തിട്ടൊക്കെ ആയിരിക്കും. ഈ കോടതി എന്ന് പറയുന്നതെല്ലാം സത്യമായിരിക്കണം. അല്ലെ കോടതി എപ്പോഴും അല്ലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അവിടെ കൊടുക്കുന്ന സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പല വിധിയും കൽപ്പിക്കുന്നത്. ഹാലയില് പക്ഷേ അവിടെ നമ്മൾ ഈ ലോക കോടതി പറയുന്ന ഒന്നുമല്ല നമ്മുടെ ദൈവത്തിന്റെ കോടതിയിൽ. ദൈവത്തിന്റെ കോടതിയിൽ ഹാലലിയ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്യായം ചെയ്യരുത്. ഹാലലിയ. ഇനിയിപ്പോ നമ്മുടെ പേര് ഒരാൾ അന്യായം ചെയ്താൽ പോലും നമ്മളത് ക്ഷമിച്ചു കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ നമ്മളവിടെ അതിന് പകരം ചെയ്യാൻ പോയാലും അത് ദൈവത്തിന് തെറ്റാണ്. നീ അന്യായം ചെയ്യാൻ പോയാലും അത് ദൈവത്തിന് തെറ്റാണ്. അല്ലെ? ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഒരു കാരണമില്ലാതെ സാറമ്മ സിസ്റ്റർ വിളിച്ച് രണ്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ വഴക്ക് പറയുന്നത് തെറ്റാണ്. അത് അല്ല എന്നെ സാറാമ്മ സിസ്റ്റർ തിരിച്ചു പറഞ്ഞ അതും തെറ്റാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ശരിക്കും നമ്മളോട് ഒരാള് നമ്മളെന്തെങ്കിലും പറഞ്ഞപ്പോ ഒരാൾ കോപിച്ചു നിന്നോട്ടോ. നോർമലി അയാള് കോപിക്കാതിരുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത് അയാൾ കോപിച്ചെങ്കിൽ ഹാലേലിയ അയാൾ കോപിച്ചാൽ തെറ്റാണ്. കോപിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹാലേലിയ. പക്ഷെ അയാൾ കോപിക്കാൻ കാരണമായ നമ്മളും തെറ്റുകാരാണ്. കാരണം അയാളെ കോപിപ്പിച്ചത് നമ്മളാണ്. അല്ലെ? അപ്പൊ അതിന് കാരണമായി മാറിയത് നമ്മളാണെങ്കിൽ നമ്മളും അതേപോലെ തെറ്റുകാരാണ്. ഒരു മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതാണ് നമ്മുടെ വെള്ളം കുറ്റം. ഹല്ലേലൂയ. അപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയായിരുന്നു ഹല്ലേലൂയ, കുറ്റം ചെയ്യുന്നതിനെക്കാട്ടി വലിയ ഇതാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദൈവരാജ്യത്തിൽ പറഞ്ഞാലും ഒരു മനുഷ്യൻ കോപിക്കാതിരുന്ന മനുഷ്യനെ കോപിപ്പിക്കാൻ നമ്മൾ കാരണമായെങ്കിൽ, അയാൾ കോപിക്കാൻ കാരണമായെങ്കിൽ ആ കോപിച്ച മനുഷ്യൻ കോപിച്ചാൽ തെറ്റിയെന്ന് പറഞ്ഞ പോലെ അയാൾ കോപിക്കാൻ കാരണമായി നമ്മൾ തെറ്റുകാരാണ്. സോ വെരി കെയർഫുൾ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറയും ആ മനുഷ്യൻ കണ്ടില്ല, ഞാനങ്ങോട്ട് ഇന്ന് കാര്യം പറഞ്ഞിട്ട് കോപിച്ചോണ്ട് വന്നിട്ട് അടുത്തേക്ക്. അപ്പം പാവം ചെയ്ത കണ്ടില്ലേ, കോപിക്കുന്ന പാവം എന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ പറയും. പക്ഷേ ഈ കോപിക്കാൻ കാരണം ആരെന്ന് വെച്ചാൽ നമ്മളായതുകൊണ്ട് നമ്മൾ ആ പാപത്തിൽ പങ്കാളികളാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബി കെയർഫുൾ. അവിടുത്തെ പിന്നെ കുറെ ആൾക്കാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ പാപികളുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദുർനടപ്പുകാർ. ആദ്യം പറഞ്ഞത് എന്താ പറയാ, അന്യായം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. അടുത്ത ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചു പറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അത് നമ്മൾ ഇപ്പൊ ദുർനടപ്പുകാർ, ഓക്കെ, ആൾക്കാരും ചിലപ്പം അങ്ങനെ ദുർനടപ്പിലൊന്നും പോകത്തില്ല. അടുത്ത വിഗ്രഹാരാധികൾ, ഞങ്ങൾ വിഗ്രഹത്തിന് ആരാധിക്കത്തില്ലെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തെക്കാട്ടി ഉപരിയായി മറ്റെന്തിനെ നമ്മള് ഹല്ലേലൂയ സമയം കൊടുത്താലും ഹല്ലേലൂയ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാലും അതെല്ലാം വിഗ്രഹാരാധനയായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഗ്രഹാരാധികളാണോ എന്ന് നോക്കണം. അടുത്തത് വ്യഭിചാരികൾ. ഹല്ലേലൂയ. അപ്പം നമ്മളിവിടെ പറയുന്നത് ഹല്ലേലൂയ. അപ്പം എന്താ പറയാ, പഴയ നിയമപ്രകാരം ഹല്ലേലൂയ ശരീരം കൊണ്ട് പോകുമ്പോൾ മാത്രമേ വ്യഭിചരിക്കുന്ന ആകത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ മനസ്സുകൊണ്ട് മോഹിച്ചാൽ പോലും അവിടെ നമ്മള് പാപം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ നോക്കാം. അടുത്ത സ്വയഭോഗൽ, പുരുഷകാമി, കള്ളന്മാർ. ഹല്ലേലൂയ. കള്ളന്മാര് മോഷ്ടിക്കുന്നത് എന്ന് മാത്രമല്ല, കള്ളത്തരം പറഞ്ഞാലും കള്ളന്മാര് തന്നെയാട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹല്ലേലൂയ കള്ളം പറയുകയാണെങ്കിൽ അത് കള്ളന്മാരായി പറയും. അടുത്തത് അത്യാഗ്രഹികൾ. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് സ്വസ്നേഹം, ദ്രവ്യാഗ്രഹം. ഇതൊക്കെ അത്യാഗ്രഹമാണ്. അല്ലെ? അപ്പുറത്തൊരു ഒരു കാറ് വാങ്ങിച്ചപ്പോ നമ്മുടെ കാറിനെക്കാട്ടി കൂടിയതാണെങ്കിൽ ഒക്കടെ നമുക്കടനെ ആ കാറിനെക്കാട്ടി വലിയ കാറല്ല, ആ കാറെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിച്ചത് അത്യാഗ്രഹമാണ്. ഹല്ലേലൂയ.
അപ്പുറത്തൊരു പാവ ആൾക്കാര് വലിയ വീട് വെച്ചപ്പോ അതുപോലെ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ ഒരാളുടെ സഭ കണ്ടിട്ട് ചർച്ച അതിനെക്കാട്ടി വലുത് പണിയണമെന്ന് വിചാരിച്ച അത്യാഗ്രഹമാണ്. ഹല്ലേലൂയ. അങ്ങനെ മറ്റെന്തൊക്കെ ഹല്ലേലൂയ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് അതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അത്യാഗ്രഹത്തിൽ പെടും കേട്ടോ. അല്ലെ, പിന്നെ മദ്യപന്മാർ, വാവിഷ്ണക്കാരെ കുറിച്ച് എന്താ പറയുക വെച്ചാൽ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ ചില സമയത്ത് കോപം വരുമ്പോഴൊക്കെ പറയാറുണ്ട് ഹാലെ, അവിടെയൊക്കെ വായ കൺട്രോൾ ചെയ്യാൻ കഴിയണം ഹാലെ. അടുത്ത പിടിച്ചു പറിക്കാർ, ഹാലരിയ. പണ്ട് കൊള്ളക്കാരെയാണ് പിടിച്ചു പറിക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെ സ്വന്തമാക്കാമെന്ന് ചിന്തിച്ച് അത് സ്വന്തമാക്കുന്നവരെ പിടിച്ചു പറിക്കാരെന്ന് പറയാം. അതിപ്പം എന്ത് കാര്യമാണെങ്കിലും മറ്റൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എന്റെ കയ്യിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അത് പിടിച്ചു പറിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ അതിലൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ചിലർ പറയും ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിലെ ബെസ്റ്റ് കൊടുന്ന് പറയുമ്പം ഹല്ലേലൂയ, അത് ട്രിക്കിയാണ്. ഹല്ലേലൂയ, അത് മറ്റുള്ളവരുടെ കയ്യിരിക്കുന്ന പൈസ നമ്മുടെ കയ്യിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലൊക്കെ അത് ഒരു പിടിച്ചു പറിക്ക് തുല്യമായിട്ട് മാറും. ഹല്ലേലൂയ. അത് അവരെ കുറിച്ച് പറയും, എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം അവകാശമാക്കിയത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന് ദൈവരാജ്യത്തിലേക്ക് വരിക എന്ന് വിചാരിക്കുന്നതല്ല, ദൈവരാജ്യത്ത് നിൽക്കുന്നവരെ കുറിച്ച് തന്നെ പറയുന്നത് അങ്ങനെ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എന്നിട്ട് നിങ്ങളിൽ ചിലർ ഈ വാക്കാരായത് എങ്കിൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളെ തന്നെ കഴിവ് വിശുദ്ധിയും നീതീകരണം പ്രാപിച്ചു. അപ്പൊ ഇതിങ്ങനെയുള്ളവരാക്കി ആയത് നിങ്ങൾ ചിലരൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കർത്താവ് യേശു രക്തത്താൽ കഴിവ് വിശദീകരിച്ച് ഇതാക്കി വെച്ചിട്ട്, പക്ഷെ ഇനി വീണ്ടും നിങ്ങൾ അതിലേക്ക് പോയരുത് എന്നുള്ള ഓരോ ദുരി അവിടെ ഉണ്ട്. ഹാലെ. എന്നിട്ട് അവിടുത്തെ അടുത്ത പറയാം, 12 സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനയാകുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സകലത്തിലും കർത്തവ്യമുണ്ട്. ഹല്ലേലൂയ. പക്ഷേല് നമ്മൾ യാതൊന്നിനും അധീനനാകുകയില്ല എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു സിസ്റ്റത്തിനും അതിനെ നമ്മൾ അതിനകത്ത് അധീനനാകുകയില്ല. ഹല്ലേലൂയ. അതിനെ ജയിക്കാൻ ദൈവം നമുക്ക് പവർ തന്നു. അപ്പൊ ഈ ലോകത്ത് എന്ത് കാര്യം ആണെങ്കിലും ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ അതിനകത്ത് അത് ഈ ലോകത്തിന്റെ സിസ്റ്റമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ പാടില്ല. കാരണം അതിനൊന്നും ഞാൻ അധീനനല്ല എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയേക്കുന്നത്. അടുത്തപ്പം നമ്മളും അതിന് ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം അതിനെ ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനുള്ള കർത്താവിനത്ര, കർത്താവ് ശരീരം, എന്നാൽ ദൈവം കർത്താവിനെ ഏൽപ്പിച്ച പോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരം ഹല്ലേലൂയ കർത്താവിനുള്ളതാണ്, അത് ദുർനടപ്പിനുള്ളതല്ല. അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും അതിനെ പല അടിമപ്പെട്ടു പോയിട്ട് അയ്യോ ഇവിടെ എങ്ങനെയായിരുന്നു, സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു, ഹല്ലേലൂയ ഇവിടെ ഒരു ഇതിലാ വന്നേക്കുന്നൊക്കെ പറയുമ്പം അവിടുത്തെ വചനം നമ്മൾ യാതൊന്നിനും അധീനനാകാൻ പാടില്ലെന്ന് വെച്ചാൽ ഒന്നിനും നമ്മുടെ ഉള്ളിൽ വരുന്ന ആഗ്രഹത്തിനനുസരിച്ചോ സിറ്റുവേഷൻ അനുസരിച്ചോ നമ്മൾ നിൽക്കുന്ന എടുത്ത സിസ്റ്റം അനുസരിച്ചോ ഹല്ലേലൂയ നിയമം അനുസരിച്ചോ ഹല്ലേലൂയ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്താ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ചില സേർട്ട് വയ്ക്കുന്നവരെ കണ്ടില്ലേ, തണുപ്പൊക്കെ അയ്യോ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പം തണുപ്പുള്ള രാജ്യത്ത് ജീവിക്കുന്നവർക്കൊക്കെ മദ്യപാനം ഒരു ശീലമാണ്. കാരണം വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥയെ ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിനൊന്നും ഞാൻ അധീനൻ അല്ല എന്ന് എഴുതി. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിൽ പോയി ഏത് സിറ്റുവേഷൻ നമ്മൾ നിൽക്കുന്നെങ്കിലും അതൊന്നും നമ്മളെ അടിമപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന്റെ താഴത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മൾ അതിനൊക്കെ മീതെയാണ്. കാരണം എല്ലാത്തിനും മീതെ നിൽക്കാൻ അറിയാം. അപ്പൊ ശരീരം ദൈവത്തിനുള്ളതാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. നമ്മുടെ ശരീരത്തെ ഹല്ലേലൂയ മലയാളത്തിൽ പറയുന്ന നമ്മുടെ ശരീരങ്ങളെ ജീവനും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ പറയും. അപ്പൊ നമ്മുടെ ശരീരത്തെ അവയവങ്ങൾ ശരീരം എപ്പോഴും ദൈവത്തിനുള്ള യാഗമാണെങ്കിൽ ആ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം എന്താ പറയാ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണെങ്കിൽ അത് ദുർനടപ്പിനുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും, കണ്ണാണെങ്കിലും കാതാണെങ്കിലും നാവാണെങ്കിലും കൈയാണെങ്കിലും കാലാണെങ്കിലും ഇതെല്ലാം ദൈവത്തിനുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. നമ്മള് ഇപ്പോൾ ആയിരിക്കുമ്പോൾ പണ്ട് നമുക്കുള്ളവരാണ്, പക്ഷേ നമ്മളിപ്പോൾ ദൈവത്തിനുള്ളവരാണ്. ഹല്ലേലൂയ. അപ്പൊ അടുത്ത 19-ാം വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും
നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കൽ നിങ്ങൾ ഉള്ളവരല്ല എന്നും അറിയുന്നില്ലാകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. അപ്പൊ നമ്മുടെ ശരീരത്തെ ദൈവം സ്വന്തം രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയത്, ദൈവത്തിന്റെ മന്ദിരമാകുന്നത്, പരിശുദ്ധാത്മ നമ്മൾ വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തും. എങ്ങനെയാ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് പറയും. ഇപ്പൊ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ? നമ്മൾ നല്ല പ്രവൃത്തികൾ കാണുക അല്ലെ, നമ്മുടെ ശരീരത്തെ ഹല്ലേലൂയ, നാം ശരീരം ഒരിക്കലും ഹല്ലേലൂയ പിശാചിന് ആയുധമാക്കി വിട്ടുകൊടുക്കല്, നമ്മൾ ജഡത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കല് ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആ വിട്ടുകൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ശരീരം എപ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിൽക്കണം. ദൈവത്തിന്റെ നമ്മുടെ ശരീരം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ കാണുന്നത് നമ്മുടെ ആത്മ മനുഷ്യനെ അല്ല കാണുന്നത്, നമ്മുടെ ഈ ശരീരത്തെ തന്നെയാണ് മറ്റുള്ളവർ കാണുന്നത് ഹല്ലേലൂയ. ആ മറ്റുള്ളവർ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിൽ അല്ലെ നമ്മൾ എന്ന വ്യക്തിയിൽ ഹല്ലേലൂയ ഉള്ള സ്വഭാവത്തെ നന്മയെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സലിവിനെ എല്ലാം ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലെ മറ്റുള്ളവർ കാണത്തും. പൈശാചിക മണ്ഡലം മാത്രമേ നമ്മുടെ ആത്മമനുഷ്യനെ കാണത്തുള്ളെങ്കിൽ ഹല്ലേലൂയ. പക്ഷെ പുറത്തേയുള്ള ലോകത്തുള്ളവരെല്ലാം നമ്മൾ ഹല്ലേലൂയ അവരെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നത് ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ എല്ലാം ഹല്ലേലൂയ അവരെന്താ വെളിപ്പെടുന്നത്, നമ്മളുടെ കോപം അവർ കാണും ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലൂടെ അത് വെളിപ്പെട്ട് വരുന്ന ഹല്ലേലൂയ. നമ്മൾ ഒരു മനുഷ്യൻ നോക്കി ചിരിച്ചാൽ അവർക്കത് മനസ്സിലാവും, അവൻ മുഖത്ത് ദേഷ്യം വെച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം മനസ്സിലാവും. അപ്പൊ നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണക്കാലം നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കും. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതും ചെയ്യാതിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശരീരം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ മറ്റുള്ളവർ നമ്മളെ കണ്ട് ദൈവരാജ്യത്തിലേക്ക് വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമ്മൾ എന്ന ഈ ഇപ്പോൾ പുറമേ കാണുന്ന ഈ മനുഷ്യനെ തന്നെയാണ് കാണുന്ന ഹാലിൽ. അപ്പൊ അതുകൊണ്ട് പുറമേ ഉള്ള മനുഷ്യൻ നമ്മള് ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ ഓരോ പ്രാവശ്യം കരുത്ത് പ്രാപിക്കുമ്പം പുറമേയുള്ള മനുഷ്യൻ അത് വെളിപ്പെട്ട് വരും അല്ലെ. നമ്മൾക്ക് മഹത്വം കിട്ടിയേക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ അകത്തെ മനുഷ്യരിലാണ്. അകത്ത മനുഷ്യനെ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ അകത്ത മനുഷ്യനാണ് ഗ്ലോറിയിലാന്ന് മഹത്വത്തെ പ്രത്യേകിച്ച് ക്രിസ്തു ഉള്ളിലിരിക്കുന്ന ഹല്ലേലൂയ. അപ്പൊ ഈ അകത്ത മനുഷ്യൻ കരുത്ത് പ്രാപിച്ചാൽ ഇതായി വരുമ്പോഴത്തേക്ക് ഇത് പുറത്തുള്ള മനുഷ്യര് നമ്മുടെ ശരീരത്തിൽ ഇത് വെളിപ്പെടാൻ തുടങ്ങും ഹല്ലേലൂയ. നമ്മുടെ സംസാരത്തില്, നമ്മുടെ നോട്ടത്തില്, നമ്മുടെ നടപ്പില് എല്ലാത്തിനകത്ത് ഹല്ലേലൂയ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഹല്ലേലൂയ. ഇത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ള അനേകർ ഇത് കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി മാറും ഹല്ലേലൂയ. നമ്മളിപ്പം നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഒരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാ അത് പ്രകടിപ്പിക്കുന്നത്? നമ്മുടെ മുഖം നോക്കി അറിയാല്ലേ. അകത്തൊരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ഒരു നിരാശയുണ്ട്, ഒരു കയ്പുണ്ട്, ഒരു വെറുപ്പുണ്ട് ഹല്ലേലൂയ, സന്തോഷമുണ്ട് ഹല്ലേലൂയ, ഒരു വേദനയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ശരി. അപ്പൊ മറ്റുള്ളവരത് മനസ്സിലാക്കുന്ന എപ്പോഴും നമ്മുടെ ശരീരത്തെ കണ്ടിട്ടാണ് ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ അകം എപ്പോഴും നല്ലതായിരുന്നാൽ മാത്രമേ അത് പുറത്തേക്ക് വെളിപ്പെടത്തുള്ളൂ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറഞ്ഞ ശരീരം നമ്മുടെ ഹല്ലേലൂയ ശരീരം നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് മറ്റുള്ളവർ കാണുന്നതൊക്കെ ശരീരമാണ്. ഇതിൽ അതിൽ 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാവോ? 5-ന്റെ പാട്ട് മതി സിസ്റ്റർ. നിങ്ങളുടെ അജിതേന്ദ്രിയൻ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഇതിവിടെ രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരിക്കലും വേർപിരിഞ്ഞിരിക്കില്ല. കാരണം വേർപിരിഞ്ഞത് സാത്താൻ അതിനിടയ്ക്ക് കയറി ഹല്ലേലൂയ അവിടെ പരീക്ഷിക്കാൻ കാരണം അവിടെ പല കാര്യങ്ങൾ രണ്ടുപേരും രണ്ടിടത്തല്ല, രണ്ടുപേരും വേർപിരിഞ്ഞല്ല പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവിടെ ഭർത്താവും ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെട്ട ശരി അവർ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ വേർപെട്ടു പോയി കഴിഞ്ഞാൽ സാത്താൻ ഒരു പരീക്ഷിക്കാൻ അത് കാരണമാകും. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ നൂഴ്ന്ന് കയറാനായിട്ടോ ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ പല അഭിപ്രായങ്ങൾ പറഞ്ഞ് പല രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ എന്താ പറയാ അതിനകത്ത് ഇന്റർഫിയർ ചെയ്ത് സാത്താൻ മറ്റുള്ളവരെ കൊണ്ടുവച്ചിട്ട് അവിടെ അത് പലതിനും കാരണം. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചേർന്നിരിക്കണം ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ മാറിയിരിക്കാൻ പാടില്ല എന്ന് പറയാം. അടുത്തത് ഒരു വാക്യം കൂടെ വായിക്കാവോ? 19-ാം വാക്യം വായിക്കേ, 7-ന്റെ. ഒരുത്തൻ പരിശോധനയോട് വിളിക്കപ്പെട്ടുവോ? വായിച്ചോ, കുഴപ്പമില്ല. ഒരുത്തൻ പരിശോധന വിളിക്കപ്പെട്ടുവോ? അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ? പരിശോധന ഏൽക്കരുത്. പരിച്ഛേദന ഒന്നുമല്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്ന അത്രേ കാര്യം. ഇവിടെ പരിച്ഛേദനയൊക്കെ അഗ്രചർമ്മത്തൊക്കെ പക്ഷെ ഇവിടെ 19-ാം വാക്യം പറഞ്ഞത് പരിച്ഛേദന ഒന്നുമില്ല,
അഗ്രചർമ്മം ഒന്നുമില്ല. ദൈവകൽപ്പന പ്രമാണിക്കുന്ന അത്രേ കാര്യം. യഹൂദന്മാരുടെ വിചാരം പരിച്ഛേദന കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ദൈവത്തിന് വേണ്ടി അങ്ങ് വിശുദ്ധരായി മാറി, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സ്വന്തമായി മാറിയെന്ന് ചിന്തയുണ്ട് പക്ഷെ അവിടെ പൗലോസ് അതിലൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവനാണ് യഥാർത്ഥ കാര്യം. അത് നമ്മളിപ്പോ ആരാണ്, ഒരു ജാതിയനാണെങ്കിലും ഇവരിപ്പോ പറയുന്ന കണക്ക് ഇവരുടെ ജീവിതത്തിൽ വസിക്കുന്ന ദാസനാണെങ്കിലും സ്വതന്ത്രനാണെങ്കിലും യവനാണെങ്കിലും പറയാം. അപ്പൊ അതുപോലെ അവർ ആരാണോ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നത് അതിലെ കാര്യം നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങളൊന്നുമല്ല. ചിലതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നീക്കം മാറ്റിയാലും ഉപേക്ഷിച്ച് ചിലതിനൊക്കെ പരിച്ഛേദന, ഇതൊക്കെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലാണ് കാര്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മളിപ്പം ഞാൻ പറയത്തില്ല, ഇത് പെന്തക്കോസ്തയിൽ വന്നിരിക്കുന്ന ഒരു റോങ് ടീച്ചിങ് കൂടെയാണ് നമ്മൾ ആഭരണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വിശുദ്ധരായി മാറുമെന്നുള്ള ഒരു പഠിപ്പിക്കൽ പോലെ അതൊരു കമ്പൽസറി ആക്കി വെക്കുമ്പം അതിലൊന്നും കാര്യമില്ല. അപ്പൊ നമ്മളിൽ വരുന്ന നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നത് കാര്യം അത് മാറ്റിയതിനു ശേഷവും നമ്മൾ കൽപ്പന പ്രമാണിക്കാതെ നടന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ അത് ഇട്ടുകൊണ്ടാണെങ്കിലും കൽപ്പന പ്രമാണിക്കുകയാണെങ്കിൽ അതാണ് കാര്യം. അപ്പൊ നമ്മുടെ വസ്ത്രം മാറ്റി നമ്മൾ വെള്ളയും ഇട്ട് കളറൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, പക്ഷേ അകം വെളുപ്പില്ലെങ്കിൽ പോയില്ലേ, നമ്മുടെ ശരീരം വിശുദ്ധമായാലേ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല. ദൈവദാസൻ ഇവിടെ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുന്നതാണ് കാര്യം. നമ്മുടെ ലുക്കിൽ അല്ലെങ്കിൽ എന്താ പറയാ പുറമേ കാണിക്കുന്ന ഒന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ അകം കാണും ദൈവം തന്നെയാണ്. അപ്പൊ ആ ദൈവത്തെ അടുത്ത പറയുന്ന 22-ാം വാക്യം വായിക്കുമോ? ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ, ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുന്ന മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് ദാസന്മാരെന്നിട്ട് ദൈവം നമ്മളെ വിളിച്ച് സ്വതന്ത്രമാക്കി നല്ല ദൈവത്തിന്റെ ദാസന്മാരാണ് നമ്മളെന്ന് ചിന്ത മാറിപ്പോയിട്ട് നമ്മൾ ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് ദാസന്മാർ. കാരണം മനുഷ്യരുടെ ആജ്ഞയ്ക്കനുസരിച്ച് മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചൊക്കെ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ മറന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നു. കാരണം വെച്ചാൽ പരിശുദ്ധാത്മ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതെ പലപ്പോഴും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ട്രഡീഷണൽ അല്ല പാരമ്പര്യമായിട്ടുള്ള സഭകളൊക്കെ നോക്കി മനസ്സിലാകും. അവിടെ അവിടെ നിൽക്കുന്ന ദൈവദാസന് ചിലപ്പോൾ അവിടെ അവിടെ ഒരു കാര്യം ചർച്ചകൾ ചെയ്യണമെന്ന് അവർക്ക് പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചാൽ കൂടി അതിന്റെ നടത്തിപ്പുകാർ കുറെ എന്താ പറയാ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ മനുഷ്യരുടെ ഇഷ്ടത്തിന് അതുകൊണ്ട് പല ആൾക്കാരൊക്കെ കുറെ ആൾക്കാരൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ടൊക്കെ മാറി പോകാറുണ്ട്. അതൊക്കെ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ കാണിക്കാനും, പക്ഷെ കുറച്ച് പ്രായമൊക്കെ ആയി അവർ ഇപ്പൊ ഇതിൽ തന്നെയൊക്കെ അങ്ങനെ ഇരിക്കാമെന്ന്. പക്ഷേ അവിടെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമാണ്, അപ്പൊ മനുഷ്യൻ പറയുന്ന അനുസരിച്ച് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരാളെ തീരുമാനിക്കുന്ന അവിടുത്തെ കമ്മിറ്റിക്കാരും മറ്റൊരു മത്സരമൊക്കെ തീരുമാനിക്കുന്ന ഈ ചർച്ച എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അപ്പൊ സഭ ദൈവത്തിൻ്റെതാണ്. സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം ഒരു സഭ മുൻപോട്ട് പോകേണ്ട. പരിശുദ്ധാത്മ എന്ത് പറഞ്ഞാൽ അത് അനുസരിച്ച് വേണം മുൻപോട്ട്. പക്ഷെ അവിടെ അപ്പോൾ മാനുഷികമായ കൈകടത്തലുകൾ പലപ്പോഴും പലയിടത്തും ഉണ്ടാകാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് മനുഷ്യർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അവർ മനുഷ്യർക്ക് ദാസന്മാരായി പോകുന്നു. പരിശുദ്ധാത്മ എപ്പോഴും നമ്മളോട് കാര്യം പറഞ്ഞാൽ അത് 100% നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അത് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ എവിടെയാണെങ്കിലും എന്ത് കാര്യമാണ് ദൈവത്തിൻ്റെതാണ്. നമ്മൾ കാണുന്ന ശമരിയയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിപ്പോസിനോട് പറയാണ്
അവിടുന്ന് പോയിട്ട് നിർജ്ജന പ്രദേശത്ത് പോയി, ഗാസയിലേക്ക് പോകുന്ന മരുഭൂമി പോയ നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് കേട്ട വഴി അവൾ ഒന്നും പറയുന്നില്ല, നേരെ ആ സ്ഥലം വിട്ട് അവിടെ ചെന്ന് പോയി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അതിലേക്ക് വന്ന എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ഹല്ലേലൂയ, ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞപ്പോ അവിടെ അതുപോലെ പോയി. ഇന്ന് പലപ്പോഴും പലപ്പോഴും അങ്ങനെ സഞ്ചരിക്കുന്ന പല ദിവസം നമുക്ക് റെയ്നാൽ ബോങ്കിനെ കുറിച്ചൊക്കെ അറിയാം. ഹല്ലേലൂയ. ഇന്നത്തെ രാജ്യത്ത് നിന്ന് വിട്ടിട്ട് ആഫ്രിക്കയിൽ വന്നിട്ട് ഹല്ലേലൂയ മിനിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ആദ്യം വന്നപ്പം ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ദൈവം ഒരു ഹോൾ എടുക്കാൻ പറഞ്ഞിട്ട് വലിയൊരു ഇതെടുക്കുന്ന സമയത്തും ഒക്കെ അവിടെ ചെന്നിരുന്നപ്പോഴത്തേന് വളരെ കുറച്ച്, അപ്പൊ ദൈവത്തോട് ദൈവം നീ തന്നെയല്ലേ ഇത് പറഞ്ഞു. പക്ഷേല് അപ്പൊ ദൈവം പറഞ്ഞു അതുപോലെ അനുസരിച്ചപ്പോ പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈവം അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ കോടിക്കണക്കിന് ആൾക്കാർ അദ്ദേഹം നേടുവാനായിട്ട് ഇടയായി. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോ എല്ലാ സുഖ സൗകര്യമുള്ള ഒരു രാജ്യത്ത് നിന്ന് അതുപോലെ നിന്നപ്പോഴാണ് ഒന്നും ഇല്ലാത്ത ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ പോയപ്പോഴാണ് അവിടെ ദൈവത്തിന് വേണ്ടി നേടാൻ പറ്റുന്നത്. പക്ഷെ ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഏത് രാജ്യത്തേക്ക് പോകണം ദൈവം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു, കർത്താവ് എനിക്ക് ആഫ്രിക്ക വേണ്ട, എനിക്ക് അമേരിക്ക മതി. എനിക്ക് നോർത്ത് ഇന്ത്യ വേണ്ട, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ യമൻ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലം മതി. ഇങ്ങനെ പറഞ്ഞ് മാറി തിരിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ. അവിടെ പരിശുദ്ധാത്മ പോണ്ടെന്ന് പറഞ്ഞ് പോയത് പരിശുദ്ധാത്മ വിലക്കി, പരിശുദ്ധാത്മ പറഞ്ഞു. അപ്പൊ അതനുസരിച്ചാണ് അവർ ഓരോ സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ പോയിടത്തെല്ലാം വലിയ ദൈവപ്രവൃത്തി കാണുവാനായിട്ടും അനേകരെ രക്ഷിക്കാൻ. ഇന്ന് നമ്മൾ പോലും നമ്മൾ ഈ സുവിശേഷമായിട്ട് ഇന്നിപ്പോ ഈ സമയത്ത് പ്രസംഗിക്കാൻ അന്നത്തെ ദൈവദാസന്മാർ പരിശുദ്ധാത്മനെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ എത്ര പേര് അതുപോലെ അനുസരിക്കുന്നു. നമുക്ക് ഇന്ന് ദൈവത്തിന് എപ്പോഴും വേണ്ടുന്നത് ആത്മാവാൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് എന്ത് പറഞ്ഞാലും അതുപോലെ പൊട്ടനെ പോലെ അനുസരിക്കാൻ കഴിയുന്നവരാണ്. അപ്പൊ ഇന്ന് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന തന്നെ. അപ്പൊ നമ്മുടെ ശരീരത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. ശരീരത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാൻ കഴിയാത്തതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജഡത്തിൻ്റെതായ ചില സ്വഭാവങ്ങളിൽ ജഡം നമ്മളെ പലപ്പോഴും പലതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ അന്യോന്യം കലഹിക്കരുത്, അല്ലെങ്കിൽ വഴക്കുണ്ടാകരുത്, അന്യായം ചെയ്യരുത്. അപ്പൊ മറ്റൊരു ഉണ്ടായി തന്നെ നിങ്ങൾ തമ്മിൽ അത് പെട്ടെന്ന് സോൾവ്, ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ജഡത്തിന്റെ സ്വഭാവമായ നമ്മൾ ഈഗോ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വഴക്കുണ്ടായ കാര്യം. ഒരാളെന്തെങ്കിലും പറഞ്ഞാ തിരിച്ച് നമുക്ക് നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ തിരിച്ചു പറയുന്നത്. അത് ക്ഷമിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അയ്യോ എനിക്ക് ഭയങ്കര അപമാനമായിപ്പോയി, നിന്ദയായിപ്പോയി, പരിഹാസമായിപ്പോയി, അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും കർത്താവേ എന്നൊക്കെ നമ്മൾ ദൈവത്തോടും പറയാറുണ്ട്. ഹാലേലിയ. പക്ഷേ അവിടെയൊക്കെ ഇന്നലെ രാവിലെ ദൈവം വചനം തന്ന പറഞ്ഞ എന്താ? നമ്മൾ മരിച്ചിട്ടില്ല, മരിച്ചെങ്കിൽ ഇതൊന്നും തോന്നത്തില്ല. മരിച്ചെന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. നമ്മുടെ ജഡം യഥാർത്ഥമായി മരിച്ചിട്ടില്ലാത്ത. അത് കഴിയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഓരോ ദിവസം വചനം അത് കഴിയുമ്പോഴത്തേന് അതുപോലെ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകും. പെട്ടെന്ന് ഈ വചനം നമ്മൾ ഓർപ്പിക്കും, അയ്യോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഈ വചനം തന്നെ. അപ്പൊ നമ്മൾ ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ വചനം എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുന്നു എന്ന് ദൈവം നോക്കും. അതുപോലെ നമ്മൾ വെറുതെ നമ്മുടെ അടുത്തേക്ക് ഒരു വചനം വരത്തില്ല. നമ്മുടെ ഇവിടെ കുറെ ജനത്തിന്റെ സ്വഭാവം പറഞ്ഞെങ്കിലും ഈ സ്വഭാവങ്ങളിൽ എല്ലാം അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അത്യാഗ്രഹം, അല്ലെ സ്വസ്നേഹം, നമ്മുടെ ഈഗോ, ഇതൊക്കെയാണ് ഇതിൽ നിന്നൊക്കെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഹാബേൽ കൈൻ്റെതായ നല്ല യാഗം കഴിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ഒന്ന് വന്നത് അസൂയ വന്നു. ഈ അസൂയ വരാൻ കാര്യം എന്താ? അവന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചു, എന്നെ പ്രസാദിച്ചു. അപ്പൊ അവൻ എന്നെക്കാട്ട് എന്തോ ഇച്ചിരൂടെ, അപ്പൊ ഞാൻ എന്തോ കുറഞ്ഞു പോയി. അല്ല എന്റെ എനിക്ക് എന്തോ കുഴപ്പം വന്നു, അത് അവൻ ഇച്ചിരി. അപ്പൊ അവൻ എന്നോട് അസൂയ തോന്നാൻ കാര്യം എന്താ? തമ്മിൽ ഒരു മത്സര ബുദ്ധിയോടെ വന്ന് അല്ലെ മറ്റുള്ളവൻ ചെയ്ത് കണ്ട അയ്യോ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്വയം നന്നാകാൻ ശ്രമിക്കുകയല്ല. അവിടെ നമുക്കുണ്ടാകുന്ന കാര്യം വെച്ചാൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മൾ സ്വയം വിലയിരുത്തി അവിടെ നമ്മൾ വരുന്ന ആ മാനസികമായിട്ടുള്ള ഒരു ഈഗോയും ആ തന്നെത്താൻ താഴ്ത്തുന്ന സ്വഭാവമൊക്കെ. പക്ഷെ നമ്മൾ ആരും ആരേക്കാട് ദൈവത്തിന്റെ സന്നിധി എല്ലാവരും ഒരുപോലെ, ദൈവത്തിന് എല്ലാവരും വിലപ്പെട്ടതാ. ദൈവത്തിന്റെ എല്ലാവരും അതിപ്പോ ആരാണ് വലിയ ഇപ്പം കോടിക്കണക്കിന് ആത്മാക്കളെ നേടിയ ആൾക്കാരല്ലേ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ദൈവം ഒരുപോലെ ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ പലർക്കും പല ഗ്രേഡ് കൊടുക്കാറുണ്ട് വലിയ. പക്ഷെ ദൈവസന്നിധി എല്ലാ ദൈവദാസന്മാരും ഒരുപോലെയാണ്. റോഡിൽ കിടന്ന ട്രാക്ട് കൊടുക്കാൻ പോകുന്ന വ്യക്തിയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന സ്റ്റേജിൽ കയറുന്ന പ്രസംഗിക്കുന്ന ദൈവദാസനും ഒരുപോലെ ദൈവസന്നിധി.
ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ഈ മാർക്ക് ഇടുന്നത് നോക്കുന്നത്. പക്ഷെ നമുക്ക് ദൈവത്തിന് അപ്പൊ അതുകൊണ്ട് ദൈവം എല്ലാവരും ഒരുപോലെ കാണുമ്പം ഒരുപോലെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ പലതും വെച്ച് പലതും മനസ്സിൽ വെച്ച് ഈ ഈഗോയും വിഷമങ്ങളും തിന്നയും പരിഹാസം എന്നൊക്കെ പറയുന്ന എല്ലാം നമ്മുടെ ജഡത്തിന്റെ അങ്ങനെ നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അതൊക്കെ പരിശുദ്ധാത്മാരം ദുഃഖിപ്പിക്കുന്നത് മാത്രമല്ല നമ്മളുടെ ശരീരം കൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമാകാതെ വരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അങ്ങനെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്താൻ വെച്ചാൽ അത് മറ്റുള്ളവർ ആ മഹത്വം കാണണം, ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനുഷ്യർ ദാസന്മാരായി മാറുകയും ചെയ്യില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവരാകണം. ഹല്ലേലൂയ. അതുപോലെ ഇവിടെ പല കാര്യങ്ങളും ഇതിനകത്ത് 2 അധ്യായമല്ല ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഹല്ലേലൂയ എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അല്ലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഇവിടെ ആത്മാവിനാൽ ദേവദാസൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതം ഓരോ ദിവസവും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കേട്ടനുസരിക്കാനും ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ നമ്മളോട് നേടിയെടുക്കാനും വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ഞാൻ പറയാം, പലപ്പോഴും പല ദൈവദാസന്മാരും ചോദിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പല മീറ്റിങ്ങുകളിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് കൃപാവരം കിട്ടാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ കൃപാവരങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ പറയും, കർത്താവ് എനിക്ക് അനേക ആത്മാക്കളെ നേടുവാൻ കഴിയുന്നു. കാരണം വെച്ചാൽ നമുക്ക് ലഭിച്ച സന്തോഷം ഹല്ലേലൂയ, നമ്മൾ നേടിയെത്ത നമുക്ക് കിട്ടിയ ഈ രക്ഷ ഹല്ലേലൂയ, അത് അനേകരെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടണം. നമ്മുടെ ശരീരം ഹല്ലേലൂയ, നമുക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് ഹല്ലേലൂയ അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഒന്ന് ഈ ഭൂമിയിൽ നേടി ഹല്ലേലൂയ ഒരുപാട് സമ്പാദിച്ചു കൂട്ടി അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവത്തിനെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശൂന്യമാകാതെ ഹല്ലേലൂയ ദൈവരാജ്യത്ത് സമ്പാദിക്കുന്നവരായി അതിന് വേണ്ടി നമ്മുടെ ശരീരം ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ശരീരമാണ്, ജഡമാണ് നമുക്ക് പലതും തടസ്സം. ആ ജഡത്തിനെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൺട്രോളിലേക്ക് വരുത്താനൊക്കെ മറ്റുള്ളവർ തമ്മിൽ വഴക്കിന് പിണക്കത്തിനോ ഈർഷ്യക്കോ ഹല്ലേലൂയ മത്സരത്തിനോ ഒന്നും നിൽക്കാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ കീഴ്പ്പെട്ട് ഹല്ലേലൂയ നമ്മളിലൂടെ മറ്റുള്ളവർ ദൈവരാജ്യത്തിൽ മറ്റുള്ളവർ അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമ്മളൊരു വാതിലായി തന്നെ മാറട്ടെ. ഹല്ലേലൂയ അതിലേക്ക് നടത്തുന്ന ഒരു വാതിൽ ദൈവ കർത്താവ് യേശുക്രിസ്തു ഞാനാകുന്ന വഴി ഞാനാകുന്ന വാതിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് വഴിയും വാതിലുമാകാം. ഹല്ലേലൂയ അനേകരെ ഈ രാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്നവരായി മാറാം. അതിനാ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.